ഹലോ, കാറ്റത്തിക്കിൽക്കൊണ്ട് ഇന്നത്തെ പ്രൊമോ വിശേഷത്തിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളെല്ലാവരും കാത്തിരുന്ന ആ ഒരു നിമിഷങ്ങൾ ആണ് ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഉറപ്പായിട്ടും കാണാൻ മിസ് ചെയ്യരുത്. അതുപോലെ തന്നെ ഈ പ്രൊമോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തുകൂടി സപ്പോർട്ട് ചെയ്യണേ. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ ഒന്ന് ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ കാറ്റത്തിക്കിൽക്കൊണ്ട് ഫസ്റ്റ് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ തന്നെ സുധീഷും അതുപോലെ ഹരീഷോട് ചേർന്നിട്ട് നേരെ നീതുവിൻ്റെ വീട്ടിലേക്ക് വരുന്ന രംഗമാണ് കാണിക്കുന്നത്. അപ്പോൾ വീട്ടിൽ വന്ന് കയറുമ്പോൾ തന്നെ അവിടെ നീതുവിൻ്റെ അച്ഛൻ അവിടെ ഇരിപ്പുണ്ട്, അതുപോലെ തന്നെ സഹോദരൻ. അപ്പോൾ എല്ലാവരും കൂടെ പെട്ടെന്ന് ഇറങ്ങി വരുവാണ്. അപ്പോൾ ചെന്നപാടെ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇങ്ങോട്ട് ഇടിച്ചേറി വന്നതിൻ്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കുമ്പോൾ, നിങ്ങളുടെ മകൻ ഞങ്ങളുടെ വീട്ടിൽ വന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ കാണിച്ചു, എന്തെല്ലാം ബഹളങ്ങളുണ്ടാക്കി, ഞാനില്ലാത്ത സമയത്ത് എൻ്റെ വീട്ടിൽ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കാനുള്ള കാര്യം എന്താണെന്നൊക്കെ ഹരീഷ് ചോദിക്കുകയാണ്. അപ്പോഴേക്ക് സംസാരം കേട്ടിട്ട് നീതു കൂടി ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ പറയുന്നുണ്ട്, ഇവിടെ എന്നെ പലപ്പോഴും എൻ്റെ വർക്ക്ഷോപ്പിൽ വന്നാണ് എന്നെ കാണാറുള്ളത്. ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിട്ടില്ല, ഒരു പ്രശ്നം ഉണ്ടാക്കാനും വന്നിട്ടില്ല. ഞങ്ങൾ തമ്മിൽ സംസാരിക്കാറുണ്ട്. അവൾക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്കും അവളെ ഇഷ്ടമാണ് എന്നൊക്കെ പറയാണ്. അപ്പോൾ നീതുവിൻ്റെ അമ്മയും കൂടി ഇറങ്ങി വരുന്നു. വളരെ മോശമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്ന സഹോദരനായിട്ട്. അപ്പോൾ ഹരീഷിൻ്റെ വീടിനെ കുറിച്ചിട്ട് വളരെ മോശമായിട്ട്, അവിടെ പെണ്ണുങ്ങൾ പാടില്ല, ഇത്രയും ഒരു മോശപ്പെട്ട വീട്ടിലേക്ക് എൻ്റെ മോളെ പറഞ്ഞയക്കും, അതിനൊക്കെ താല്പര്യമില്ല എന്നുള്ളൊക്കെ മട്ടിൽ സംസാരിക്കുന്ന സമയത്ത് തിരിച്ച് സുധീഷും പറയുന്നുണ്ട്, നിങ്ങളുടെ ഈ വീട് ഇതെന്താണ്, ഒരു തീപ്പെട്ടി പോലുള്ള ഒരു ചെറിയ ഒരു വീട്, ഇതിൻ്റെ വലിപ്പം കണ്ടിട്ടാണോ ഞങ്ങളുടെ വീടിനെക്കുറിച്ച് കുറ്റം പറയുന്നത്? സ്വയം പലരെയും നമ്മൾ വിമർശിക്കുമ്പോൾ സ്വന്തം കാര്യം കൂടി നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ടേക്കും നല്ല രീതിയിൽ സുധീഷ് തിരിച്ചടിക്കും. അപ്പോഴേക്കും നീതുവിൻ്റെ സഹോദരൻ ചാടി ഇറങ്ങിയിട്ട് സുധീഷിനടിക്കായിട്ട് വരുമ്പോൾ ഹരീഷ് പറയും, തൊട്ടു പോകരുത് എൻ്റെ ചേട്ടൻ്റെ മേത്ത്, കാരണം നീ എൻ്റെ വീട്ടിൽ വന്ന് എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി, നിങ്ങൾ പറഞ്ഞതിന് മറുപടിയാണ് ഞങ്ങൾ പറഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ആകെ സംസാരിച്ചെല്ലാം കഴിഞ്ഞു. എല്ലാത്തിനും നല്ല ചുറ്റും മറുപടിയൊക്കെ കൊടുക്കുന്നുണ്ട്. കയ്യങ്കളി വരെ എത്തുന്നുണ്ട്. പക്ഷെ കൂടുതലായിട്ട് ഒക്കെ ആവുന്നതിന് മുമ്പ് തന്നെ എന്തായാലും അവർ അവിടെ നിന്ന് പോകുന്നുണ്ട്. അങ്ങനെ നീതുവിനും അപ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് സങ്കടമാകുന്നുണ്ട്. കാരണം അവരുടെ വീട്ടിനെ കുറിച്ചിട്ട് അപ്പോൾ പറയുന്നു, അവൻ പറഞ്ഞതിൽ യാതൊരു തെറ്റുമില്ല, എൻ്റെ സുധീഷേട്ടൻ പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല എന്ന് ഹരീഷ് പറയുന്നു. ഇങ്ങോട്ട് പറയിപ്പിച്ചിട്ടല്ലേ അവൻ ഇവിടെ വന്ന് എൻ്റെ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടാക്കി, എന്നിട്ട് നിനക്ക് അയാളെ തടയാൻ കഴിഞ്ഞോ എന്നൊക്കെ തിരിച്ചും ഹരീഷും ചോദിക്കുകയാണ്. അതിനുശേഷം അവർ കുഞ്ഞു പോരുന്നുണ്ട്. തിരിച്ച് വീട്ടിൽ വരുന്ന സമയത്ത് നികേഷ് ഇങ്ങനെ ഉള്ളി ഒക്കെ തൊളിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ സുധീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നീ ഉള്ളി തെളിക്കുകയാണ്? അപ്പോൾ തിരിച്ചാനുള്ള മറുപടിയും കൊടുക്കുന്നത്, സുധീഷിന് കാണാൻ പറ്റുന്നില്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ എവിടെ പോയിട്ട് വന്നു? ഞങ്ങൾ ആദ്യമേ നടക്കാൻ പോയി എന്നാണ് പറയുന്നത്. അങ്ങനെ ഒരു പതിവില്ലാത്തതാണല്ലോ. അപ്പോൾ സുധീഷ് കയറി പറയുന്നുണ്ട്, ഞങ്ങൾ ജോഗിങ്ങിന് പോയെന്നാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ അതൊന്നും പതിവില്ലാത്ത കാര്യം. അപ്പോൾ നികേഷ് ചോദിക്കും, നിങ്ങൾ നീതുവിൻ്റെ വീട്ടിൽ പോയിരുന്നോ? അപ്പോൾ നിന്നോടത് ആര് പറഞ്ഞു എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ അവിടെ തന്നെ പോയതാണ്. അപ്പോൾ സുധീഷ് ചോദിക്കുന്ന, അല്ല ആരും കാണാത്തൊരു കാര്യം ഇനി എങ്ങനെ അറിഞ്ഞു എന്ന് ചോദിച്ചതാണെന്നൊക്കെ. അപ്പോഴേക്കും പുറത്തൊരു ഓട്ടോ വന്ന് നിൽക്കുന്നുണ്ട്. നോക്കുമ്പോൾ മറ്റാരുമല്ല, നീതുവിൻ്റെ അച്ഛനും അമ്മയും കൂടി ഓട്ടോയിലേക്ക്. അപ്പോൾ ഭാസ്കരൻ അവിടെ ഇരിക്കുന്നേ, വഴിതെറ്റിയൊരു വണ്ടി ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടല്ലോ എന്ന് ഭാസ്കരൻ പറയുകയാണ്. അപ്പോഴേക്കും അവിടെ സംസാരം കേൾക്കുന്നതുകൊണ്ട് എല്ലാവരും കൂടെ പുറത്തേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ, നീ എന്താ ഇങ്ങോട്ട് വന്നു ചോദിക്കുമ്പോൾ, നിങ്ങളുടെ ഈ രണ്ട് മക്കളും കൂടെ അവിടെ വന്ന് എന്താ കാട്ടിക്കുട്ടിയും ചോദിക്കാൻ പറയുകയാണ്. അപ്പോഴേക്കും സുഭാഷ് ഇവരുടെ മുഖത്തേക്ക് നോക്കുന്നത്, നിങ്ങൾ അവിടെ പോയിരുന്നു എന്നുള്ള മട്ടിൽ. പോയിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കി സ്ഥിതിക്ക് ഞങ്ങൾക്ക് അവിടെ പോയി ചോദിക്കണ്ടേ? അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചു. ഇവർ ഈ വീടിനെ കുറിച്ച് കുറ്റം പറയുന്നു. ഇവരുടെ വീട് എന്താ ഏട്ടാ, ഒരു തീപ്പെട്ടിക്കൂട് പോലെ ഒരു വീട് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും അച്ഛനും അമ്മയും കൂടെ, അതായത് നീതുവിൻ്റെ അച്ഛനും അമ്മയും കൂടെ ഓരോന്നങ്ങ് പറഞ്ഞു തുടങ്ങി, ഇവിടെ പെണ്ണുങ്ങൾ വാഴില്ല, ഈ ഒരു വീട്ടിലേക്ക് എൻ്റെ മോളെയും കൂടി കൊണ്ടുവരാനായിട്ട്. പിന്നെ കൊച്ചിലോട്ട് പഠിപ്പിച്ച് വെച്ചിരിക്കുക, ഈ ഒരു മോശപ്പെട്ട വീട്ടിലേക്ക് ആരും വരുത്തില്ലല്ലോ, പെൺപിള്ളേരെ വല വീശി പിടിച്ച് ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് അങ്ങ് ആക്ഷേപിക്കണം. അപ്പോൾ നീ ഇതിക്ക് കേട്ട് നിൽക്കാൻ പറ്റുന്നില്ല. ഇത് പെട്ടെന്ന് സുധീഷ് അവരുടെ അടുത്ത് മറുപടി പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ സുധീഷിനെ പെട്ടെന്ന് വിളിച്ചുകൊണ്ട് അകത്ത് വന്നിട്ട് ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ എന്തിനാ എന്നെ ഇപ്പോൾ ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വന്നത് എന്നാണ് സുധീഷ് ചോദിക്കുന്നത്. അവിടെ ഇത്രയും പ്രശ്നങ്ങൾ നടക്കുന്ന കേട്ടില്ലേ? അതൊക്കെ പറയാം. സുധീഷ്, താലിമാല എവിടെ? താലിമാല? ഏത് താലിമാല? സുധീഷ്, താലിമാല എവിടെയാണെന്നാണ് ചോദിച്ചത്. അന്ന് കൊടുത്താൽ അതിവിടെ ഇരിപ്പുണ്ട്, നീ എടുക്കാൻ പറയാണ്. സുധീഷ് അത് പെട്ടെന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപാട് കവറിനകത്തകത്ത് പൊതിഞ്ഞ്, ഇതെന്താ ഇങ്ങനെ? അത് നീയല്ലേ പറഞ്ഞ് ഭദ്രമായിട്ട് സൂക്ഷിച്ച് വെക്കണമെന്ന്. പെട്ടെന്ന് സുധീഷിനെ നീ താലിമാല വാങ്ങിച്ചിട്ട് നീതി അങ്ങ് അണിയുകയാണ്. ഇത് കാണുമ്പോൾ സുധീഷിന് എന്തെന്നില്ലാത്തൊരു സന്തോഷം. ഊരിക്കളഞ്ഞ താലിമാല മേടിച്ചിട്ട് കഴുത്തേൽ അണിഞ്ഞത്. എന്നിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വന്നിട്ട്, എല്ലാവരും ഒന്ന് സംസാരം നിർത്തുക, ഇനി ഞാനൊന്ന് സംസാരിക്കട്ടെ, സംസാരം നിർത്തുക, ഞാൻ പറയട്ടെ. നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ സ്ത്രീകൾ ത്തില്ലാത്ത വീടാണെന്ന്. ഞാനിവിടെ ഒരു 4-5 മാസമായി എന്നെ സുധീഷ് കല്യാണം കഴിച്ചു വന്നിട്ട്. ഞാൻ സുധീഷിൻ്റെ ഭാര്യയാണ്. ഇത് കേൾക്കുമ്പോൾ എല്ലാവരും അതിശയിച്ച് നിൽക്കണം. പ്രത്യേകിച്ച് സുധീഷ് ഇങ്ങനെ സ്വപ്നമാണോ യാഥാർത്ഥ്യമാണോ എന്ന മട്ടിലിങ്ങനെ അതിശയിച്ച് നോക്കണം. അതുപോലെ അച്ഛനും സുഭാഷും നികേഷും ഒക്കെ നിധിയുടെ സംസാരം കേട്ടിട്ട്. അപ്പോൾ എനിക്കിതുവരെ യാതൊരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാനും
അതേ രീതിയിൽ ഒരു കുടുംബത്തിൽ നിന്ന് വന്ന ആളാണ്. എനിക്ക് അതിലും കെയറിങ് ഇവിടെ കിട്ടുന്നുണ്ട്. എന്നെ നല്ല രീതിയിൽ തന്നെ ഇവർ നോക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്താ പ്രശ്നം, നിങ്ങളുടെ മോളെ ഇങ്ങോട്ട് അങ്ങനെ നിധി നല്ല രീതിയിൽ നല്ല ചുട്ട മറുപടിയായിട്ട് സംസാരിക്കുകയാണ് കേട്ടോ. ഇത് കേട്ടിട്ട് എല്ലാവരും അന്തം വിട്ട് നോക്കിയേക്കാണ്. കാരണം സുധീഷിൻ്റെ ഭാര്യയാണെന്ന് പറയുന്നു, ഞാൻ വിവാഹം കഴിച്ച് വന്നതാണെന്ന് പറയുന്നു, താലിമാല മേടിച്ച് കഴുത്തില്ല. അപ്പോൾ എല്ലാം കണ്ടിട്ട് അന്താളിച്ച് നിൽക്കുകയാണ്. ഭാസ്കരൻ ഉൾപ്പെടെ ഇങ്ങനെ കോരിത്തരിച്ച് നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല ചുട്ട മറുപടിയാണ് നിധി കൊടുക്കുന്നവർക്ക്. അവർക്ക് തിരിച്ചിങ്ങോട്ടൊന്നും പറയാൻ പറ്റാത്ത രീതിയിൽ നീതുവിൻ്റെ അമ്മയ്ക്കും അച്ഛനുള്ള മറുപടി നീതി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു രംഗത്തോടു കൂടിയാണ് ഇന്നത്തെ ആ ഒരു പ്രൊമോ അവസാനിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഉള്ള പുത്തൻ പ്രൊമോ വിശേഷങ്ങൾ കണ്ട് ഒരു കുഞ്ഞു ചാനലാണ്, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്നുകൂടി പറയാണ്, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങൾ, ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത പ്രൊമോയിൽ കാണാവുന്നതാണ്. അപ്പോൾ നല്ല കിടിലൻ എപ്പിസോഡാണെന്ന്, അപ്പോൾ ആരും കാണാൻ മിസ് ചെയ്യരുത്. ഓക്കെ.